ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ ഓരോ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വീണ്ടും വന്നു. ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് ഈ പത്രമൊക്കെ ഇങ്ങനെ ഓടിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വാർത്ത കണ്ടത്. നമ്മുടെ കേരളം മാലിന്യമുക്ത കേരളമാക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടത്. പക്ഷേ നല്ല ഒരു വാർത്തയാണ്. അങ്ങനെ അത് കണ്ട് ഞാൻ ഇതുവഴിയൊക്കെ നടന്നു പോകുന്ന നമ്മൾ പല സ്ഥലങ്ങളിലൂടെയും നമ്മുടെ കൊല്ലത്തും നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കടന്നു പോകുമ്പം ഈ വഴിയോരത്ത് കാണുന്ന കാര്യങ്ങൾ ഈ പറയുന്ന മാലിന്യമുക്തം എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം പോകുന്ന വഴിക്കെല്ലാം ചവറുകൾ അവിടെ ഇവിടെ എല്ലാം വലിച്ചു വാരിയിട്ട് ഇങ്ങനെ കാണുന്ന ആളുകൾ കൊണ്ടുവന്ന് ചാക്കിനകത്തും പ്ലാസ്റ്റിക് കവറിനകത്തും എല്ലാം കെട്ടി എങ്ങോട്ടെങ്കിലും അങ്ങ് എറിയുക ചെയ്യുന്നത്. ഇത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. ഗവൺമെൻറ്റിന് നല്ല ആഗ്രഹമുണ്ട്, നല്ല മാലിന്യമുക്തമായ നല്ല ഒരു കേരളം ഉണ്ടാവണമെന്നുള്ളത് നല്ല ഐഡിയയാണ്. പക്ഷേ ഈ ആളുകൾ ഇതൊന്നും ഗവനിക്കുന്നില്ല. അവർക്ക് തോന്നുന്ന കണക്ക് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ബീച്ചിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നാലും അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ഡസ്റ്റ്ബിൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുപ്പികളും പ്ലാസ്റ്റിക്കും എല്ലാം ഏത് വേണേലും നമുക്ക് ഇത് നല്ലതുപോലെ അതിനകത്ത് ഇട്ട് വയ്ക്കാവുന്ന രീതിയിലുള്ളത് എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡസ്റ്റ്ബിന്നുകൾ. പക്ഷേ ആളുകളെല്ലാം അവിടെ ഇവിടെ വലിച്ചു വാരിയിടുന്ന ഒരു സ്വഭാവമൊക്കെ കാണുന്നത്. കുറേ നാൾ കഴിഞ്ഞ് ഒന്നും കൂടെയൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേനേ ഇത് മാലിന്യമുക്ത കേരളം ആവുമെന്ന് നമുക്ക് പറയാം. നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ ഈ വേസ്റ്റ് ഇപ്പം എവിടെയെങ്കിലും പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ പേപ്പറും അതും ഇതും എല്ലാം അവിടെ ഇവിടെ കളയാതെ എല്ലാവരും ഓരോരുത്തരും വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചെങ്കിൽ മാത്രമേ, അല്ലാതെ ഓരോ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് തലത്തിലൊക്കെ പല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആളുകളുടെ മനസ്സ് മാറണം. എല്ലായിടവും നീറ്റായിരിക്കണമെന്ന് നമ്മുടെ മനസ്സിനകത്ത് എല്ലാവരെയും മനസ്സിൽ ആ ഒരു ചിന്ത വന്നാൽ മാത്രമേ ഈ ഐഡിയ നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്കെല്ലാവർക്കും നല്ല ഒരു ഐഡിയയാണ് മാലിന്യമുക്ത കേരളം എന്നുള്ളത്. കൂട്ടുകാർ എല്ലാവരും അതുകൊണ്ട് എവിടെ പോയാലും ഈ ചിന്ത വേണം. നമ്മുടെ കേരളം എല്ലായിടവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണമെന്ന് എല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ച് അതുപോലെ പ്രവർത്തിക്കണം. ഈ പല അസുഖങ്ങളാണ് എല്ലായിടത്തും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പകർച്ചവ്യാധികളാണ്. ഇപ്പം ഓരോയിടത്തൊക്കെ അങ്ങ് പടർന്ന് പിടിച്ച് അങ്ങ് ഹെപ്പറ്റൈറ്റീസും അതും ഇതും ഒക്കെ അങ്ങ് പടരുന്നുണ്ട്. എല്ലാവരും അതുകൊണ്ട് ഗൗനം വേണം. ഈ അഴുക്ക് വെള്ളവും അതും ഇതുമൊക്കെ ഇങ്ങനെ ഈ മാലിന്യവും ഒക്കെ ഉള്ളതാണ് ഈ വിഷയം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഗവനിക്കണം കൂട്ടുകാർ. ഇന്ന് ഞാൻ സൺഡേ ആയിട്ട് എങ്ങും പോയില്ല, ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ ഇട്ടില്ല. ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കാണാൻ എൻ്റെ ഒരു ബ്ലാത്തി ആദ്യമായിട്ട് ഒരെണ്ണം പിടിച്ച് അത് കണ്ടപ്പോൾ സാമ്രാജ്യം കീഴടക്കിയ സന്തോഷത്തിൽ ഞാൻ ഇരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ വീഡിയോ അതിൻ്റെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കാണാം എൻ്റെ പരിസരത്തൊക്കെ ഓരോ കായ് ഫലങ്ങളൊക്കെ നിൽക്കുന്നതുണ്ട്. അങ്ങനെ അതും എടുത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്നതും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ട്. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം. ഞാൻ ഇപ്പോൾ ഇതുപോലെ വന്നിരുന്ന് കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പം വീഡിയോസൊക്കെ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നലത്തെ തുണിയെടുക്കുന്ന വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടെന്ന് കുറേ പേരെല്ലാം അത് കണ്ട്. പുതിയ ഒരു കട സീമാസിൽ തുണിയെടുക്കാൻ പോയത്. അവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. എന്നാലും 50% ഓഫർ എന്നൊക്കെ ഇട്ടിട്ടും കുറച്ച് ആളുകളെയൊക്കെ കണ്ടുള്ളൂ. എല്ലാവരും ഇനി അറിഞ്ഞും കേട്ടും വരും. ഓഫർ കച്ചവടത്തിൻ്റെ ഒരു ട്രിക്കാണ്. ഓഫർ ഇടുമ്പോൾ ആളുകളെല്ലാം അങ്ങോട്ട് ഇടിച്ച് കയറും, കുറേ സെയിൽ നടക്കും. അവർക്ക് അതിൻ്റെ ബിസിനസ് തന്ത്രമാണ് കൂട്ടുകാരെ. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എനിക്ക് ഇനി അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അപ്പത്തിന് അരി വെള്ളത്തിലിട്ട് ഇനി അത് ആട്ടിയൊക്കെ വെക്കണം. ഞാൻ ഇനി എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണാം. ഞാൻ കുറേ ദിവസമായി ലൈവൊക്കെ വന്നിട്ട് ഇന്ന് ഞാനൊരു ലൈവ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാനൊരു ലൈവ് വരും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റ. എല്ലാ കൂട്ടുകാരെയും പിന്നെ കാണാം.